സജിനയുടെ ബാപ്പയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ട്. രണ്ടാമത്തെ ഭാര്യയെ സജിന വിളിക്കുന്നത് ചിന്നുമ്മ എന്നാണ്. പക്ഷേ മറ്റാർക്കും അവരെ ഇഷ്ടമല്ലെങ്കിലും സജിനയ്ക്ക് അവരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, കുറച്ച് ഇഷ്ടവുമുണ്ട്. അതിന് കാരണം സജിനയുടെ അതേ മനസ്ഥിതിയാണ് ചിന്നുമ്മയ്ക്ക്. പക്ഷേ സജിനയുടെ കല്യാണം ഈയിടെ കഴിഞ്ഞതിൽ പിന്നാണ് യഥാർത്ഥത്തിൽ സ്വന്തം ചിന്നുമ്മ എത്രത്തോളം മിടുക്കിയാണെന്ന് സജിനയ്ക്ക് മനസ്സിലായത്. ആ ഒരു കഥയിലേക്ക് നമുക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് സജിന. യഥാർത്ഥ പേരല്ല. എനിക്ക് 25 വയസ്സുണ്ട്. എൻ്റെ വിവാഹം 1.5 വർഷം മുമ്പാണ് കഴിഞ്ഞത്. ഞാൻ ഒരു ക്ലിനിക്കിൽ ജോലിക്ക് പോകുന്നുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. ഹസ്ബൻഡിനും ബിസിനസ്സാണ്. ബാപ്പയ്ക്ക് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോയതുകൊണ്ട് സാമ്പത്തികമായി എപ്പോഴും ഞങ്ങൾ നല്ല നിലയിലായിരുന്നു. എൻ്റെ ബാപ്പയും ഉമ്മയും നല്ല സ്നേഹത്തിൽ ജീവിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ 3 മക്കളാണ്. ഞാനാണ് മൂത്തത്. പക്ഷേ 7 വർഷത്തിന് മുമ്പ് ബാപ്പ വേറെ സ്ത്രീയുമായിട്ട് പെട്ടെന്ന് അടുപ്പത്തിലായി. അത് ഉമ്മ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കലഹങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ബാപ്പ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ഞങ്ങളുടെ വീടിന് അവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെ അവർക്ക് ഒരു വീടൊക്കെ വെച്ച് കൊടുത്ത് അവരെ താമസിപ്പിച്ച് രണ്ടാമത്തെ കല്യാണവും കഴിഞ്ഞു. അന്ന് എല്ലാവർക്കും അത് വലിയ മനപ്രയാസമുണ്ടാക്കി. കാര്യം ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ രണ്ടാമത് കല്യാണം കഴിച്ച ആരുമില്ല. എന്നാലും നല്ല പണമുള്ളത് കൊണ്ടായിരിക്കും ബാപ്പയെ ആരും എതിർത്തില്ല. ഉമ്മ 8 മാസത്തോളം ബാപ്പയോട് മിണ്ടില്ലായിരുന്നു. പക്ഷേ ബാപ്പ അത് കാര്യമാക്കിയില്ല. 1-2 ദിവസങ്ങളിൽ ഇവിടെ വരും, പിന്നെ ഒരു ദിവസം അവരുടെ വീട്ടിൽ പോകും. അങ്ങനെ 2 വീട്ടിലും മാനേജ് ചെയ്താണ് പുള്ളിക്കാരൻ കഴിഞ്ഞിരുന്നത്. പിന്നീട് എന്തുകൊണ്ടോ ഉമ്മ അതൊക്കെ പറഞ്ഞു. എങ്കിലും ഉമ്മയുടെ മുഖത്ത് അധികം സന്തോഷമൊന്നും കണ്ടിട്ടില്ല. എല്ലാ സ്ത്രീകളും അതൊന്നും സമ്മതിക്കില്ലല്ലോ മാഡം. എൻ്റെ അനിയൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേക്കും അവർ സംസാരിക്കുകയും ചോക്ലേറ്റും പലഹാരങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും. എൻ്റെ ഉമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. എങ്കിലും എൻ്റെ അനിയനാണ് ചിന്നുമ്മ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അത് പിന്നെ ഞങ്ങളും അങ്ങനെ പറയാൻ തുടങ്ങി. പക്ഷേ എനിക്കും എൻ്റെ അനിയത്തിക്കും കുറച്ച് പ്രായമായതുകൊണ്ട് ഉമ്മ എന്നോട് പറഞ്ഞു, എടീ, നിങ്ങൾ 2 പേരും അവളുടെ അടുത്ത് പോകാനേ പാടില്ല. അവൾ വിളിച്ചാൽ നിൽക്കരുത്, അവളുടെ വീട്ടിൽ കയറരുത് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അതിനെസ് പറയുകയും ചെയ്തു. പക്ഷേ എനിക്കവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം എൻ്റെ ഉമ്മയേക്കാൾ 100 ഇരട്ടി സൗന്ദര്യമുള്ള ഒരു ഹൂറിയായിരുന്നു അവർ. അതും ചെറുപ്പവും. ഇപ്പോൾ അവർക്ക് 34 വയസ്സുള്ള മാഡം. അപ്പോൾ 8 വർഷത്തിന് മുമ്പ് അവർ എത്രത്തോളം സുന്ദരിയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചു പോയി ബാപ്പ ആ വീട്ടിൽ വീണതാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാര്യം അത്രയൊരു സുന്ദരി ഏതെങ്കിലും രീതിയിൽ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പുരുഷനും നിരാകരിക്കില്ല. അങ്ങനെ ഒരു സ്വഭാവവും സംസാരവുമൊക്കെയാണ് അവരുടേതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് എൻ്റെ ഉമ്മ അറിയാതെ പുള്ളിക്കാരി എന്നോട് ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാനും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇടയ്ക്ക് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഉമ്മ അറിയാതെ ഇളയപ്പൻ്റെ വീട്ടിൽ പോവുകയാണ്, തറവാട്ടിൽ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകും. എന്ന് വെച്ചാൽ മാസത്തിൽ ഒരു 2 തവണ എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ഓരോന്നവിടെ വാങ്ങിച്ചു വെച്ചിരിക്കും. എൻ്റെ അനിയത്തി അവരോട് സംസാരിക്കില്ല. അവൾക്ക് പേടിയാണ്. അത്രയും സൗന്ദര്യമുള്ള സ്ത്രീ എന്തോ യക്ഷിയോ മറ്റോ ആണെന്നാണ് അവൾ ചുമ്മാ പറഞ്ഞത്, കളിയാക്കി. പിന്നെ എൻ്റെ അനിയനില്ലേ, അവനാണെന്നുണ്ടെങ്കിൽ സംസാരിക്കും, പക്ഷെ ഗേറ്റിനപ്പുറത്തേക്ക് ചെല്ലില്ല. ഇങ്ങനെ പലർക്കും പല സ്വഭാവമാണ്. ഞാൻ മാത്രമാണ് അകത്തേക്ക് പോകുന്നത്. ഒരു വട്ടം ഉമ്മ ഇതറിഞ്ഞു. എന്നോട് വലിയ വഴക്കായിരുന്നു. ഞാൻ പറഞ്ഞു, എന്തായാലും ഇത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ അക്സെപ്റ്റ് ചെയ്ത് ഉമ്മയെ നിശബ്ദയായിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. പക്ഷേ അന്ന് എന്നോട് വഴക്കായിരുന്നു. ഈ സംഭവം +2 പഠിക്കുമ്പോഴാണ്. പിന്നീട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ശരിക്കും അവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകാൻ തുടങ്ങിയത്. അന്ന് ഉമ്മ എതിർക്കുമ്പോഴല്ലേ ഞാൻ തിരിച്ച് വഴക്കുണ്ടാക്കും. അവരെനിക്ക് വേണ്ടിയിട്ട് നല്ല ഡ്രസ്സുകൾ, എൻ്റെ ബാപ്പ പോലും സെലക്ട് ചെയ്ത് തരാത്ത അത്രയും നല്ല ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കും. കോസ്മെറ്റിക്സും. ഞാനും ഒരു സുന്ദരിയായി മാറിയത് എൻ്റെ ചിന്നുമ്മ കാരണമാണ്. ഒരിക്കൽ ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ ബാപ്പയെ കല്യാണം കഴിച്ചത്? അവരാണെങ്കിൽ ചെറുപ്പക്കാരിയും ആദ്യത്തെ കല്യാണമാണ്, സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, അതൊരു കാരണമാണ്. ഒരു ചെറിയ സ്ഥാപനത്തിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു അവർ. ആ സമയത്താണ് ബാപ്പ സ്ഥിരമായിട്ട് വേറൊരാവശ്യത്തിന് അവിടെ ചെല്ലാൻ തുടങ്ങിയത്. അങ്ങനെ കണ്ട് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കല്യാണം നടക്കാത്തതിൻ്റെ കാര്യങ്ങളും പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടും ഒക്കെ പറഞ്ഞു. ബാപ്പ വലിയൊരു ബിസിനസ്മാനാണല്ലോ. അങ്ങനെ സംസാരിച്ച് തുടങ്ങിയതാണ്. അപ്പോഴാണ് ബാപ്പയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. എല്ലാ സൗകര്യങ്ങളും തന്ന് കൂടെ കൂട്ടിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാർക്ക് ചെറിയൊരു എതിർപ്പുണ്ടായിരുന്നു. എങ്കിലും പണം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അത് മാറി. പിന്നീട് അവരുടെ ജീവിതവും മെച്ചപ്പെടുമല്ലോ എന്നോർത്തിട്ടാണ് അവർ ഇങ്ങനൊരു സാഹസത്തിന് തയ്യാറായത്.
എന്തായാലും അത് അവർക്ക് ഗുണകരമായി. നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റി. തുടർന്ന് അവർ എന്നോട് പറഞ്ഞു, മോളെ നിനക്കിപ്പോൾ ഇത്ര പ്രായമായി, അതുകൊണ്ട് ഇതിന് ബാക്കി കാര്യങ്ങളോട് പറയാം. നിന്റെ ബാപ്പ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ശക്തിയുള്ള ഒരാണാണ്. നിന്റെ ഉമ്മയ്ക്ക് ഒന്നിനും താല്പര്യമില്ലാത്ത ഒരു സ്ത്രീയാണ്. വർഷങ്ങളായി സ്വന്തം ഭർത്താവ് അടുത്ത് വരുമ്പോഴേക്കും ഒരു താല്പര്യവും കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ഭർത്താവ് എന്ത് ചെയ്യും? നിന്റെ ബാപ്പയുടെ കഥകളെല്ലാം എന്നോട് പറഞ്ഞു. അത് ഓരോന്നായി എണ്ണി നിന്നോട് പറയാൻ മാത്രം പ്രായം നിനക്കായിട്ടില്ല. എങ്കിലും നീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ, അതുകൊണ്ട് നിനക്ക് മനസ്സിലാകും. അതുമാത്രമല്ല, പഠിത്തം കഴിഞ്ഞ് നിന്റെ കല്യാണം കഴിയുകയും ചെയ്യും. ആ സമയത്തേക്കെങ്കിലും ഞാൻ വിശദമായിട്ട് എല്ലാം നിന്നോട് പറയാം. ഇപ്പോൾ നിന്റെ ഉമ്മയുടെ കാര്യരിപ്പുകൊണ്ട് തന്നെയാണ് എന്നെ പുള്ളി കല്യാണം കഴിച്ചെന്ന് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് അവർ ഏകദേശം കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഇവർ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ചിലപ്പോൾ ഇത് ശരിയല്ലായിരിക്കാം. എൻ്റെ ഉമ്മ ബാപ്പയെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടുന്ന വ്യക്തിയാണ്. അന്നും ഇന്നും ഭയങ്കര സ്നേഹമാണ്. എന്തൊക്കെ പറഞ്ഞാലും വഴക്കുണ്ടാക്കിയാലും ബാപ്പയുടെ പുറകെ നടക്കും. ഇക്കാന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ഓടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല. പിന്നെ പറയാൻ പറ്റില്ല, ഉമ്മയുടെ കുറ്റമായിരിക്കില്ല. ബാപ്പയാണെങ്കിൽ ഇത്രയും സുന്ദരിയെ കെട്ടാൻ വേണ്ടിയിട്ട് ഓരോ കള്ളക്കഥകൾ പറഞ്ഞതായിരിക്കുമെന്ന് എനിക്കപ്പോൾ തോന്നി. പക്ഷേ ഒരു ദിവസം നിന്റെ ചിന്നുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വീട്ടിൽ തന്നെ അങ്ങ് അട്ടിപ്പേർ കിടക്കുകയാണോടി എന്ന് ചോദിച്ച് എന്നോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇനിയെങ്കിലും നടങ്ങിക്കൂടെ ഉമ്മ? നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ബാപ്പ ഇങ്ങനെ കല്യാണം കഴിച്ചത് എന്ന് ചോദിച്ചു. എന്താടി എൻ്റെ കയ്യിലിരിപ്പ്? ഞാൻ എന്ത് കാണിച്ചു? അപ്പോൾ ചിന്നുമ്മ എന്നോട് പറഞ്ഞ കാര്യം ഞാനങ്ങ് തുറന്നു പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മയ്ക്ക് അടിയേറ്റ പോലായി. പിന്നീട് ഒന്നും എന്നോട് മിണ്ടിയില്ല. പക്ഷേ പിറ്റേ ദിവസം എന്നോട് പിന്നെയും കൊമ്പ് കോർക്കാൻ വന്നു. നീ ആണെങ്കിൽ അവൾ പറയുന്ന കള്ളക്കഥയൊക്കെ കേട്ട് എല്ലാം വിശ്വസിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞു, കള്ളക്കഥയാണോ ഉള്ള കഥയാണോ എന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഉമ്മയുടെ കളിരിപ്പോണ്ട് തന്നെയാണ് ഇങ്ങനെ ഉണ്ടായത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബാപ്പ തന്നെ കള്ളത്തിനും പറഞ്ഞിട്ട് ഒരു സുന്ദരിയായ സ്ത്രീയെ കല്യാണം കഴിച്ചതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് സ്കൂട്ടായി. പിന്നീടുള്ള ഉമ്മയുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഉമ്മയ്ക്ക് എന്തോ ഇതിൽ പങ്കുണ്ടെന്ന്. അങ്ങനെ ഞാൻ ചോദിക്കാതെ തന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, മോളെ എനിക്ക് കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഭർത്താവിനെ എനിക്കിഷ്ടമാണ്, പക്ഷേ അതിലുപരി ഡെയിലി എനിക്ക് ഇതൊന്നും പറ്റില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണമല്ലോ. അങ്ങനെ ഞാൻ നിന്നുപോയി. എന്നാലും എൻ്റെ മനസ്സിൽ അതൊന്നും ആസ്വദിക്കാൻ പറ്റിയ ഒരു മനോഭാവമായിരുന്നില്ല. 3 കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് ഇതിന് കാരണക്കാരെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കുട്ടികൾ ഉണ്ടായ ശേഷം ഞാൻ ഓരോ തവണയായിട്ട് ഓരോ തടസ്സങ്ങൾ പറയാൻ തുടങ്ങി. എനിക്ക് വയ്യാണ്ടായി. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹപ്രകടനമുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കിടയിലില്ല എന്ന് ഉമ്മ പറഞ്ഞിട്ട് നടന്നുപോയി. അന്ന് എനിക്ക് മനസ്സിലായി, സ്വപ്നം കാണുന്ന പോലെയല്ല വിവാഹ ജീവിതം. ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഇതെല്ലാം സജീവമായി നിൽക്കണം. ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. എനിക്ക് വരാൻ പോകുന്ന ഭർത്താവ് ആരായിരിക്കും, എങ്ങനെയായിരിക്കും, ആർക്കറിയാം. എന്തായാലും ഉമ്മയെ പോലെയല്ല ഞാൻ. എനിക്കാണെങ്കിൽ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഈ വരുന്ന ആണുങ്ങൾക്കെല്ലാം നല്ല ആഗ്രഹമായിരിക്കുമല്ലോ എന്ന് ഞാൻ മനസ്സിൽ കരുതി. ഭർത്താവിനും ഭാര്യയ്ക്കും നല്ല സ്നേഹമുള്ളിടത്ത് ജീവിതം ജിങ്കാലാല എന്ന് ഞാനും വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഉമ്മ എന്നോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ വിഷയം പിന്നെ എടുത്തിട്ടു. അപ്പോൾ പുള്ളിക്കാരി പത്തി മടക്കി. ശരിയാണ്, അതങ്ങനെ ആയതിൽ എനിക്ക് വിഷമമില്ല. സത്യം പറഞ്ഞാൽ ഭർത്താവിനോട് ഇത്രയും പൊസസീവായിരിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാനായിട്ട് ഒന്നിനും മുൻകി എടുക്കുന്നുമില്ല. പുള്ളിയുടെ ഇഷ്ടത്തിന് പോയതിൽ ഞാൻ ഇത്രയും വഴക്കുണ്ടാക്കണ്ടെന്ന് എനിക്ക് പിന്നീട് തോന്നി എന്നൊക്കെ പറഞ്ഞ് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്നുമ്മയോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, അത് നന്നായി, ദേഷ്യവും വിഷമവും ഒക്കെ കുറച്ച് മാറിക്കിട്ടുമല്ലോ. ഞാൻ ചോദിച്ചു, ചിന്നുമ്മ നിങ്ങൾക്ക് കുട്ടികളൊന്നും വേണ്ടേ? എന്താ ഇതിനും കുട്ടികളുണ്ടാകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിന്നുമ്മ എന്നോട് പറഞ്ഞു, എടി എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് നല്ല സ്നേഹമുണ്ട്, പക്ഷേ കുട്ടികളുണ്ടാകുന്നില്ല. നിൻ്റെ ബാപ്പയോട് പരിശോധിച്ച് നോക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കേൾക്കുന്നില്ല. പിന്നെ ഞാനാണെങ്കിൽ പോയി ചെക്ക് ചെയ്തു, എനിക്ക് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ബാപ്പയാണെങ്കിൽ ഇപ്പോൾ ഇതിനു വേണ്ടി വരുന്നില്ല. പുള്ളി പറഞ്ഞത് മുന്നോട്ട് പോകട്ടെ എന്ന്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർക്ക് പിന്നീട് കുട്ടികളുണ്ടായില്ല. ബാപ്പയോട് ചോദിച്ചപ്പോൾ ബാപ്പ എല്ലാവരോടും പറഞ്ഞെന്ന് എനിക്ക് 3 കുട്ടികളുണ്ട്. പുതിയ ഭാര്യയിൽ കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിച്ചു എന്നാണ്.
ചിലരൊക്കെ അതിനെ അനുകൂലിച്ചു, ചിലർ എതിർത്തു. പക്ഷേ ചിന്നമ്മയ്ക്ക് കുട്ടികളുണ്ടാകാത്തതിൽ യാതൊരു ദുഃഖവുമില്ല. ആരെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും മറുപടി പറയുന്നുള്ളതല്ലാതെ പുള്ളിക്കാരി വളരെ ജോളിയായിരുന്നു. ഞാൻ ചോദിക്കും, അല്ല കുട്ടികളുണ്ടാകണമെന്നും ഉമ്മയാകണമെന്നും ഒക്കെ ആഗ്രഹമില്ലെന്ന്. അപ്പോൾ ചിന്നുമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, യഥാർത്ഥത്തിൽ എനിക്ക് കുട്ടികളുണ്ടാകണമെന്ന് യാതൊരു താല്പര്യമില്ല. എനിക്ക് അടിച്ച് പൊളിച്ച് ഇങ്ങനെ ജീവിച്ചു പോകണം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ, അതുമാത്രമാണ് ആഗ്രഹം. മറ്റ് സ്ത്രീ സഹജമായ പ്രശ്നങ്ങളൊന്നും എനിക്കില്ലെന്ന്. ഇതൊരു പ്രശ്നമാണോ ചിന്നുമ്മ? അതേ മോളെ, ചിലർക്ക് കുട്ടികളെ വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്കത്തരം ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാൻ വയ്യ. എൻ്റെ മനസ്സ് അറിഞ്ഞ് കാര്യങ്ങളൊക്കെ എല്ലാം ദൈവം നടത്തി തന്നു എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി സംസാരിച്ചത്. ഒരു പ്രത്യേകതര ജനസിൽപ്പെട്ട ആളാണ് ചിന്നുമ്മയെന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ സ്ത്രീകളെ പോലെയല്ല, അവർക്ക് വേറെന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് അന്ന് എനിക്ക് തോന്നി. പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. എന്തായാലും എൻ്റെ ഭർത്താവ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പുള്ളിയാണ് മറുപടി കൊടുക്കുന്നത്. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് ഞാൻ സുഖമായി ജീവിക്കും മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു വിജയീ ഭാവമായിരുന്നു അവരുടെ മുഖത്ത്. പക്ഷേ എൻ്റെ മനസ്സിലെങ്ങനെയാ, കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടികൾ വേണം, അങ്ങനെ മറ്റു പല കാര്യങ്ങളും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം വിപരീത സ്വഭാവമുള്ള ആളാണ് ചിന്നുമ്മ. എൻ്റെ അമ്മയെപ്പോലെ തന്നെയല്ല, അവർക്ക് കുറച്ച് ലാസ്യ മനോഭാവം കൂടുതലാണ്. എപ്പോഴും സ്നേഹവും പരിഗണനയും ചിരിയും കളിയും പിന്നെ മറ്റു പല ആക്ടിവിറ്റീസും മാത്രം മതിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ സ്ത്രീകൾക്കുള്ള പല കാര്യങ്ങളും മിസ്സിംഗ് ആണ്. എന്നാലോ സ്ത്രീകൾക്ക് ഉള്ള ചില കാര്യങ്ങൾ ഒത്തിരി കൂടുതലുമാണ്. പിന്നെ ഞാൻ പി ജിക്ക് പഠിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം കാര്യങ്ങൾ ഓപ്പണപ്പായിട്ട് പറയാൻ തുടങ്ങിയത്. എടീ, നല്ല ഒരുത്തിനെ നോക്കി നീ കല്യാണം കഴിച്ചോണം, കാണുമ്പോഴേ ചോണക്കുട്ടിയാണെന്ന് മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ ജില്ലെന്ന് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഏതെങ്കിലും മന്ദബുദ്ധി കല്യാണം കഴിച്ചാലുണ്ടല്ലോ, നിൻ്റെ ബാപ്പയ്ക്കാണെങ്കിൽ തറവാട്ട് മഹിമയാണ്, നോട്ടം വലിപ്പണവും, അതല്ലാതെ സൗന്ദര്യമോ മറ്റു കാര്യങ്ങളോ ശ്രദ്ധിക്കില്ല. നീ ഒരു സുന്ദരി കുട്ടിയാണ്, നിനക്ക് വേണ്ടത് നല്ല സിനിമ നടനെ പോലെയുള്ളൊരു ചെക്കനാണ്, അത് കഴിവും നല്ല രീതിയിൽ സ്നേഹവും ഒത്തിണങ്ങിയൊരുത്തൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് നീ ഉടനെ കല്യാണം കഴിക്കാൻ നിൽക്കരുത് എന്നെന്നോട് പറഞ്ഞു. പിന്നെ എൻ്റെ പഠിത്തം കഴിഞ്ഞു. ഞാൻ ഒരു ക്ലിനിക്കിൽ ജോലിക്ക് കയറി. അത് കഴിഞ്ഞ ശേഷം 2-3 ആലോചന വന്നു. അങ്ങനെ 5ാമത്തെ ആലോചന എല്ലാവരും ഉറപ്പിച്ചു. എനിക്കിഷ്ടമായിരുന്നു. നല്ല സുന്ദരൻ പയ്യൻ, ജിമ്മിലൊക്കെ പോയി മസിലുള്ള ആളുകളായിരുന്നുകൊണ്ട് എനിക്ക് വിശ്വാസമായിരുന്നു, ഉറപ്പായിരുന്നു, ഒരു പ്രശ്നവുമില്ല, സൂപ്പറായിരിക്കുമെന്ന്. ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചിന്നമ്മ പറഞ്ഞു, കൊള്ളാടി, സൂപ്പർ ചെക്കനാണ്. പക്ഷേ ഇവൻ്റെ കണ്ണ് ഒരുമാതിരി ഉറക്കം തൂങ്ങിയ പോലിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇവന് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണില്ല, കുറച്ചൊരു സ്ലോ ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നോട്ടാണ് കാര്യങ്ങൾ എന്നാ തോന്നുന്നത്. ഇത് നല്ല ചോയ്സാണോന്ന് എനിക്കറിയില്ല. കാണാൻ പക്ഷേ സൂപ്പറാണെന്ന് പറഞ്ഞു. അത് ചിന്നുമേ, പുള്ളിയാണെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഉറക്കം തൂങ്ങി കണ്ടിരിക്കുന്നത്, അല്ലാതെ കണ്ണുകൊണ്ടല്ലോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോഴേക്കും ചിന്നമ്മ എൻ്റെ ചെവിയിൽ പറഞ്ഞു, കണ്ണുകൊണ്ടാണെങ്കിലും എന്ത് എണ്ണ കൊണ്ടാണെങ്കിലും ഞാനൊരു കാര്യം പറയാം. ഇവനെ നല്ല രീതിയിൽ ശരിയാക്കിയെടുത്താൽ മാത്രമേ നിൻ്റെ ജീവിതം നന്നായി മുന്നോട്ട് പോകുള്ളൂ. അതിനുള്ള കോൺഫിഡൻസ് നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്. ആഹാ, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമോ? എന്ത് കാര്യങ്ങൾ? അല്ല, ഭർത്താവിനെ പിടിച്ചു നിർത്താനുള്ള കാര്യങ്ങൾ. ഭർത്താവിനെ നമ്മളെന്തിനെ പിടിച്ചു നിർത്തുന്നത്? ഭർത്താക്കന്മാർ നമ്മുടെ കൂടെ അങ്ങ് നിന്നോടില്ലേ? എടീ പൊട്ടി, നീ ഇത്രയൊക്കെ കേട്ടിട്ടും ഇതാണ് മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എടീ, എല്ലാ കലകളും നിനക്കറിയണം. ഭർത്താവിനെ ചരടിൽ കെട്ടിയിട്ടേക്കുന്ന പോലെ ആയിരിക്കണം. സ്നേഹം പ്രകടിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും മാത്രം ചെയ്താൽ പോരാ, നീ മറ്റ് പല കാര്യങ്ങളിലും മുൻപന്തിയിൽ ഇരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇരിക്കാം, ഞാൻ ഏത് മുൻപന്തിയിൽ വേണമെങ്കിലും കയറിയിരിക്കാം. കയറിയിരുന്ന് നീ അടക്കി ഭരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അടക്കി ഭരിക്കും, തുള്ളി ഞാൻ ഭരിക്കുമെന്ന് പറഞ്ഞു. ആ, വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണെന്ന്. ഭർത്താക്കന്മാർ ഒരു കാര്യം ഒന്ന് നിർബന്ധിക്കും, അപ്പോൾ ഒരു 10 വട്ടം പറ്റില്ലിക്ക, എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയണം. പക്ഷേ 10 വട്ടമേ പറയാവൂ. 11ാമത്തെ വട്ടം നീയാണെങ്കിൽ ഭർത്താവിന് വേണ്ടി ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുഖവും കൈയും കൊണ്ട് ചിന്നുമ്മ ഒരു ആംഗ്യം കാണിച്ചു. ഷോ, എനിക്കും അത് പറ്റുമെന്ന് തോന്നില്ലെന്ന്. പറ്റണം. കാര്യം ഇപ്പോഴത്തെ കാലത്തെ ന്യൂ ജനറേഷൻ ആണുങ്ങളെല്ലാം ഇത് ആവശ്യപ്പെടും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിൻ്റെ ഭർത്താവ് ചിലപ്പോൾ മന്ദബുദ്ധിയാണെങ്കിൽ അവൻ ആവശ്യപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നീ കാലം മാറിയത് മനസ്സിലാക്കി കോലം തുള്ളണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തുള്ളാൻ ഞാൻ ശ്രമിക്കും.
അപ്പുറത്ത് റോഡ് സൈഡിൽ ഏതോ ഒരു മണിയുടെ ശബ്ദം കേട്ടു. എടി, ഐസ് പോകുന്നുണ്ട്, നിനക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണമെന്ന്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി. അവിടെ കമ്പിൽ കോർത്ത ഐസ് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഐസുകാരനങ്ങ് പോയേ. അപ്പോൾ ചിന്നുമ്മ എന്നോട് ദേ ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഐസ് ഒരു പ്രത്യേക രീതിയിൽ ചില ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നു. ആ സമയത്ത് എനിക്ക് കാര്യം മനസ്സിലായി. ചിന്നുമ്മ ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞപ്പോഴേക്കും ആരും കാണില്ല, നമ്മൾ ഐസ്ക്രീം കഴിക്കുകയല്ലേ, ഐസ് കഴിക്കുകയല്ലേ, നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ് വിവിധ തരം ആക്ഷൻസ് എനിക്ക് കാണിച്ചു തന്നു. നിനക്ക് ഇതെല്ലാം പിന്നീട് ഉപകരിക്കുമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ചിരിയോട് ചിരി. ഇവരെ വലിയൊരു എക്സ്പേർട്ട് തന്നെയെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു. എന്തായാലും ഇത്രത്തോളം അടുത്ത സൗഹൃദമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ കല്യാണം കഴിയുകയും ചെയ്തു. കല്യാണത്തിന് മുമ്പ് ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് നല്ലൊരു വ്യക്തി, എന്നോട് നല്ല സ്നേഹമുണ്ട്, അങ്ങനെയൊക്കെ തോന്നി. പിന്നെ മറ്റു പല കാര്യങ്ങളും പുള്ളി പറയാൻ മടിക്കും. അതിപ്പം ആർക്കാണെങ്കിലും ഒരു മടി കാണില്ലേ. എനിക്കും അങ്ങനെയായിരുന്നു. കല്യാണത്തിന് മുമ്പേ തുറന്നൊന്നും ഞാൻ സംസാരിക്കില്ലായിരുന്നു. അതൊന്നും പറയാൻ എൻ്റെ മനസ്സ് അനുവദിച്ചതുമില്ല. കല്യാണമെല്ലാം വളരെ ആർഭാടമായിട്ടാണ് നടന്നത്. അങ്ങനെ പുള്ളിയുടെ വീട്ടിൽ ചെന്നു. അന്ന് നല്ല സ്നേഹമായിരുന്നു. പക്ഷേ മിതമായ സ്നേഹപ്രകടനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് ഇന്ന് റെസ്റ്റ് എന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്, കുറച്ച് ദൂരമൊക്കെ ഉണ്ട്, പിന്നെ ഒത്തിരി നേരം നിന്നതൊക്കെയല്ലേ, അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ സുഷുപ്തിയിലാണ്ടു. പിറ്റേ ദിവസം വൈകിട്ടായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് അംഗവും മാമാങ്കവുമായിരിക്കും. അതിനുവേണ്ടി ഞാൻ മനസ്സ് പ്രിപ്പയർ ചെയ്തു. പിന്നെ ഞാൻ ചിന്നുമ്മയെ വിളിച്ചു. തലേദിവസത്തെ കാര്യങ്ങൾ പറഞ്ഞു. അത് സാരമില്ല, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, ഇന്ന് തൊട്ട് നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കാം, പിന്നെ സഹകരണത്തിൽ നീയും ഒട്ടും കുറയ്ക്കല്ലേ മോളെ എന്നോട് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എൻ്റെ ഉമ്മ പോലും എന്നെ അങ്ങനെ ഉപദേശിക്കില്ല. അപ്പോൾ ഇവരെനിക്ക് ഒത്തിരി സഹായമല്ലേ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അന്ന് നല്ല സ്നേഹമായിരുന്നു. പക്ഷേ നീണ്ട സ്നേഹപ്രകടനങ്ങൾക്കപ്പുറം എനിക്കൊരു കാര്യം മനസ്സിലായി. യഥാർത്ഥത്തിൽ ഒന്നിനും പറ്റുമോ എന്നുള്ള സംശയങ്ങൾ നല്ലപോലെ പുള്ളിക്കുണ്ട്. പേടിയാണെന്ന് എനിക്ക് തോന്നി. അത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് പോകെ മനസ്സിലായി ഇതെല്ലാം നല്ല രീതിയിൽ തുടങ്ങുകയും അവസാനം അത് ഒന്നുമാകാതെ മാറുകയും ചെയ്യും. സ്നേഹപ്രകടനങ്ങൾക്ക് ഉള്ള ടൈം നല്ല തന്നെയാണ്, പക്ഷേ മറ്റു കാര്യങ്ങൾക്ക് ടൈം ഇല്ല. അതുമാത്രമല്ല, യാതൊരു വിധത്തിലുള്ള ചലനങ്ങളും ഇല്ലാത്തതുപോലെ എന്തോ തളർച്ച ബാധിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. പോകെ ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതെന്താണ്? ആദ്യം ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഫിനിഷിംഗ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു. എനിക്കാണെങ്കിൽ ശരിക്കും ദുഃഖം വന്നു തുടങ്ങി. എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു തേരിലേറി ഒന്ന് പുറപ്പെടാൻ ഞാൻ തുടങ്ങിയതാണ്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. ഇതൊക്കെ എന്താണ്? എവിടെ നിന്നാണ്? എങ്ങനെ മുന്നോട്ട് പോകും? എനിക്ക് ഇതാരോടെങ്കിലും പറഞ്ഞേ പറ്റുമെന്നായി. ആദ്യമൊക്കെ ചിന്നുമ്മ ചോദിക്കുമ്പോൾ ഞാൻ പറയും സൂപ്പറായിട്ട് പോകുന്നുണ്ടെന്ന്. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും ഒരു പുരോഗതിയും ഇല്ലാതായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചിന്നുമ്മയുടെ യഥാർത്ഥ കാര്യം പറയേണ്ടി വന്നു. അവർ പ്രവചിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിന്നുമ്മ പൊട്ടിത്തെറിച്ചു. എടീ, അവനെന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ അന്നേരം പറഞ്ഞതല്ലേ. അവനെ കണ്ടാലറിയാൻ കുഴപ്പക്കാരനാണെന്ന്. അതായത് നിന്നെ ഒന്ന് പ്ലേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവനെല്ലാം മറച്ചു വെക്കുകയാണ്. ഓക്കെ ആക്കും. അവസാനമാകുമ്പോഴേക്കും അവന് ഒന്നുമില്ല. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഒന്നുകിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും ശരീരത്തിൽ, അല്ലെങ്കിൽ മാനസികമാകും. നീ അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം. അവൻ്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ പുറത്തെടുപ്പിക്കാം. നീ ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞു. അതൊന്നും വേണ്ട, അതൊക്കെ റിസ്ക് ആകുമെന്ന്. അല്ല, ഇത് മുളയിലേ നുള്ളണം. ഞാൻ പറഞ്ഞു കൗൺസിലിങ്ങിന് പോകാമെന്നും. കൗൺസിലിങ്ങൊന്നും പോയി കഴിഞ്ഞാൽ ശരിയാകില്ല, എൻ്റെ അടുത്ത് കൊണ്ടുപോവാ. ഞാൻ ഒറ്റ രാത്രി കൊണ്ട് എന്താണെന്നുള്ളത് വെളിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അതെങ്ങനെ? നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞു ബാപ്പ എളുപ്പം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. ബാപ്പ എളുപ്പം വരണ്ട, നീ എല്ലാ ദിവസം വാ എന്ന് പറഞ്ഞു. അങ്ങനെ ബാപ്പയില്ലാത്തൊരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ താമസിക്കാൻ പോയി. എൻ്റെ ഭർത്താവിന് അത്ര ഇഷ്ടമൊന്നുമല്ല. കാര്യം എൻ്റെ ബാപ്പയുടെ 2ാം ഭാര്യയല്ലേ. എന്നാലും ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവിന് ചിന്നുമ്മ നന്നായി സൽക്കരിച്ചു. അത് കഴിഞ്ഞ ശേഷം വൈകിട്ട് ഇരുന്ന് ഞാൻ ഇവളും തമ്മിലില്ലേ, മോളും 2ാനമ്മയും പോലൊന്നുമല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം ഓപ്പണപ്പായിട്ട് തുറന്നു പറയുന്ന ഫ്രണ്ട്സിനെ പോലെയാണ്. സത്യം പറയടാ, നിനക്ക് എന്താ കുഴപ്പം? നീ ആദ്യം ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് അവസാനമാകുമ്പോൾ നിനക്ക് എന്താ പറ്റുന്നത്?
പുള്ളിക്കാരി എങ്ങനെ ഡയറക്റ്റായിട്ട് വിഷയത്തിലേക്ക് കടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറച്ച് സോഫ്റ്റ് ആകുമെന്ന് വിചാരിച്ചേ. പക്ഷേ ഞാൻ വിളിച്ചു, ചിന്നുമ്മ എടീ നീ ഒന്ന് മിണ്ടാതിരിക്കേ, എനിക്കിപ്പോൾ അറിഞ്ഞേ പറ്റുള്ളൂ. എടാ ജിമ്മിൽ പോയിട്ട് കാലിലും കയ്യിലും മസിലുണ്ടാക്കിയ പോരാ, ആവശ്യമുള്ള സ്ഥലത്തും മസിൽ വേണം എന്ന് പറഞ്ഞു പുള്ളിക്കാരി കത്തിക്കയറി. ഇടയ്ക്ക് ഞാൻ വിളിച്ചെങ്കിലും നീ മിണ്ടാതിരിക്കുക. സത്യം പറഞ്ഞു എന്താ പ്രശ്നമെന്ന്. നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. കാരണങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എല്ലാവരോടും ഇത് പറയും, ഇവളുടെ വാപ്പയോട് പറയും. എൻ്റെ സ്വഭാവം നിനക്കറിയില്ല. അലമ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മഹാബെടക്കാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അവിടെ കിടന്ന് ഭയങ്കര ഒച്ചയെടുപ്പും തുള്ളും. ആകെ കൂടി ഞാൻ വിചാരിച്ചു വന്നതൊന്ന്, അവിടെ വന്നപ്പോൾ നടന്നത് വേറൊന്ന്. ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞ് ജില്ല നിൽക്കുകയാണ്. അവസാനം ഹസ്ബൻഡ് നിരായുധനായി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അത് എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെറ്റ് പറ്റി. കല്യാണം കഴിച്ച് കുട്ടികളൊക്കെയുള്ള ഒരു സ്ത്രീയുമായിട്ട് എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ അവരുടെ വീട്ടിൽ പോകുമായിരുന്നു. എൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് അവരായിരുന്നു. കല്യാണമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറി. പക്ഷേ അത് കഴിഞ്ഞതിൽ പിന്നെ അവർ എന്നെ ശല്യം ചെയ്യുകയാണ്. എനിക്ക് യാതൊരു വിധത്തിലും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല, നീ ഒരു പരാജയമായിരിക്കുമെന്ന് പറഞ്ഞ് അവർ എന്നെ എപ്പോഴും ശപിക്കുകയും പിന്നെ എൻ്റെ കല്യാണത്തിന് സമയത്ത് പോലും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടും അവരെന്നെ പല രീതിയിൽ ശപിക്കുന്നത് പോലെ എനിക്ക് ഒന്നും കറക്റ്റായിട്ട് നടക്കില്ല, നിനക്കതിനുള്ള കഴിവില്ല, അവർ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പേടിയായി. എൻ്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെടുന്ന പോലെ തോന്നുമെന്ന് പറഞ്ഞു. ആഹാ ഏതാണ് അവള്, അവിടെ നമ്പര് നീ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞു. ചിന്നമ്മയ്ക്ക് നമ്പർ കൊടുക്കാൻ ഭർത്താവ് ഒന്ന് ഭയന്നു. എന്നാലും തകർന്നിരിക്കുന്ന എൻ്റെ മുഖഭാവം കണ്ടുകൊണ്ടായിരിക്കും കൊടുത്തു. ചിന്നമ്മ അപ്പം തന്നെ വിളിച്ചു. അപ്പോഴേക്ക് മറുവശത്ത് നിന്ന് വലിയ രീതിയിലുള്ള ബഹളം. നേടി നീ ആരാ, അവൻ്റെ പുതിയ ആളാണോ, ഭാര്യയല്ലാതെ അവനിപ്പം പുതിയ ആൻറ്റി ഉണ്ടായോ എന്നൊക്കെ ചോദിച്ച് അവരവിടെ കിടന്ന് ഭയങ്കര ബഹളം. പക്ഷേ ആ സ്ത്രീക്ക് ചിന്നമ്മയുടെ വായിൽ കയറി ഇറങ്ങാൻ പറ്റിയില്ല. അവർ പരാജയപ്പെട്ടു പിൻവാങ്ങുന്ന പോലെ ആയിരിക്കും. എവിടെയാണ് നീ കൂടോത്രം ചെയ്തത്, അതിനേക്കാൾ വലിയ കൂടോത്രം നിനക്ക് ഞാൻ ചെയ്യുന്നുണ്ടടി. നീ ഇനി ഒറ്റ ചെക്കന്മാരെയും വിളിച്ച് നിൻ്റെ വീട്ടിനകത്തേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഏതോ പേരൊക്കെ പറഞ്ഞു. ഇന്നയാളുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കാൻ പോവാണെന്നോ എന്തൊക്കെയോ പറഞ്ഞു. അത് കേട്ട് ആ സ്ത്രീ പെട്ടെന്ന് സൈലൻ്റായി. എന്തായാലും ഇനി നീയുമായിട്ടോ അവനുമായിട്ടോ എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ ഈ ജീവിതത്തിൽ ഇനി അവനെ ഓർക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ അങ്ങ് പോവുകയും ചെയ്തു. ചിന്നമ്മയുടെ പ്രകടനം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഭർത്താവും. എന്നിട്ട് ചിന്നമ്മ പറഞ്ഞു, എടാ സ്വന്തം ഭാര്യയെ നന്നായി ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ഭർത്താവിൻ്റെ കടമയാണ്. ഇങ്ങനെ ഉറക്കത്തൂങ്ങിയായിട്ടിരിക്കരുത്. കിണറ്റിൻ്റെ വക്കത്ത് വന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റില്ല, കിണറ്റിലേക്ക് തൊട്ടിയിട്ട് വെള്ളം കോരണം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. എന്തായാലും ഭർത്താവിന് പിന്നീട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, കാര്യങ്ങളൊക്കെ ഉഷാറായി പോവുകയായിരുന്നു. പക്ഷേ മാഡം ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരു ഡൗട്ടുണ്ടായി. അവർ തമ്മിൽ എന്തോ കണക്ഷനുണ്ടെന്ന് അന്വേഷിച്ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും തമ്മിൽ അഗാധമായ കണക്ഷനുണ്ട്. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിന്നമ്മ പറഞ്ഞത് നിൻ്റെ ഭർത്താവാണ് എൻ്റെ പുറകെ വന്നത്, അവന് വിവാഹിതരായ സ്ത്രീകളോടാണ് താല്പര്യം എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് എന്നോട് അട്രാക്ഷൻ തോന്നി വന്നതാണെന്ന് പറഞ്ഞു. ഹസ്ബൻഡിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറയുന്നു അങ്ങനെയാണ്, എന്തോ ആദ്യത്തെ ബന്ധം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറയുകയാണ്. ഞാൻ വഴക്കിട്ടെങ്കിലും അതിന് ഫലമുണ്ടായില്ല. എന്തായാലും പിന്നീട് ഞാനെന്തോ എൻ്റെ അമ്മയെപ്പോലെ അത് സഹിക്കാൻ തുടങ്ങി. അവരുടെ ബന്ധത്തിൽ ഞാനും ചേർന്നു. ഞങ്ങൾ 3 പേരും കൂടിയുള്ള നല്ലൊരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പായി അത് മാറി. പിന്നെ പാപ്പയില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ചിന്നമ്മയെ കാണാൻ പോയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കൂടി ഒരു റൂമിലാണ് സൊറ പറഞ്ഞ് ഇരിക്കുകയും ഉറങ്ങാറും ചെയ്യാറുള്ളത്. അതിൽ നിന്ന് മാഡത്തിന് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. പ്രശ്നങ്ങൾ എനിക്കല്ല, എനിക്ക് വിശേഷമില്ല, പക്ഷെ ചിന്നമ്മയ്ക്ക് വിശേഷമുണ്ടായി. ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് എങ്ങനെ സംഭവിച്ചതാണെന്ന്. ഇപ്പോൾ ഞാനും ബാപ്പയും ചിന്നമ്മയും എല്ലാം തമ്മിൽ വലിയ കോളായതുകൊണ്ട് ആ വീട്ടിൽ എപ്പോൾ പോയി താമസിച്ചെന്ന് പറഞ്ഞാലും ആർക്കും സംശയങ്ങളുമില്ല. ബാപ്പയാണെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ചിലപ്പോൾ കാണില്ല, ബിസിനസ്സിനൊക്കെ ദൂരെ പോവുകയും ചെയ്യും. പക്ഷേ ബാപ്പ ഇപ്പോൾ ഇതെല്ലാം ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ ഒരു കനിയാണ്. ഇപ്പോഴെങ്കിലും ഇത് സാധിച്ചല്ലോ എന്നുള്ള രീതിയിൽ സന്തോഷവാനായിരിക്കുകയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെ പിറകിൽ അങ്ങനെയല്ലെന്നും
അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നറിയാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നടന്ന ഈ കഥ മാഡത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാൻ പറ്റുമല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ വായിച്ചിട്ടുള്ള കഥകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ പാറ്റേണാണ് ഈ കഥയ്ക്കെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇതിനകത്തെ സംഭവങ്ങൾ നമ്മൾ യൂഷ്വലി കേൾക്കാത്ത സംഭവങ്ങളാണ്. എന്തായാലും അതിനും റെമഡി ഒന്നുമില്ല. അവർ കുശാഗര ബുദ്ധിക്കാരായതുകൊണ്ട് അവർ തന്നെ മാനേജ് ചെയ്യേണ്ടി വരും. എന്നാലും ഇത് കുറച്ചൊരു വ്യത്യസ്തമായ കഥയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.